സ്വാതന്ത്ര്യദിനം അല്ലേ? സ്വാതന്ത്ര്യദിനം എന്താണ്? ദേശീയ ആഘോഷമാണ്. എന്താണ്? ദേശീയ ആഘോഷമാണ് അല്ലേ? ഓഗസ്റ്റ് 15 എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനമായി നമ്മൾ എന്താണ് ആഘോഷിക്കും അല്ലേ? അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യും? ദേശീയ പതാക ഉയർത്തും അല്ലേ? പിന്നെന്താ ചെയ്യുക? ദേശീയ ഗാനം ആലപിക്കും അല്ലേ? ദേശീയ പതാക ഉയർത്തും, ദേശീയ ഗാനം ആലപിക്കും. പിന്നെന്താ ചെയ്യല്? ആഘോഷത്തിന്റെ ഭാഗമായി നടത്താറുണ്ട് അല്ലേ? സ്വതന്ത്ര ദിനാഘോഷത്തിന് എല്ലാവരും ഒത്തുചേരും അല്ലേ? ആരൊക്കെ വരിക? നമ്മളിവിടെ ഉള്ള കമ്മിറ്റിക്കാർ വരും, അമ്മമാർ വരും അല്ലേ? കുട്ടികൾ വരും. നമ്മൾ വെള്ളയും വെള്ളയൊക്കെ ഇടും അല്ലേ? വെള്ള ഡ്രസ്സൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പം നാളെയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പം ആരൊക്കെ നമുക്ക് പതാക വരച്ചു കൊടുക്കുന്നത് ആരൊക്കെയാണ്? നമ്മളെ മുഹമ്മദ് നസൽ വരച്ചത് നോക്കി നോക്കൂ, കണ്ടോ? പിന്നെ ആരാ വരച്ചിരിക്കണത്? മുഹമ്മദ് സഹൽ വരച്ചതാണിത് കേട്ടോ. പിന്നെ ആരൊക്കെയാ വരച്ചത്? പിന്നെതാ അനിരുദ്ധ് നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? അനിരുദ്ധ്. പിന്നെ ആരാ വരച്ചിരിക്കണത്? അദ്വിക്ക്. പിന്നെ ആരാണ്? ശ്രീധന്യയും കൊടുത്തിട്ടുണ്ട് അല്ലേ? വരച്ചത് കൊടുന്നില്ലേ? അപ്പോൾ നമ്മള് സെൻസ കൊടുത്തിട്ടുണ്ട്. സെൻസ കൊടുന്നത് ഇതാ നമ്മൾ വാതിൽമേൽ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ? സെൻസ നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റെപ്പായിട്ട് നമ്മൾ തറമ്മലൊക്കെ നല്ലൊരു പതാകൻ്റെ കൊടിമരം അല്ലേ? കൊടിമരത്തിൻ്റെ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ അപ്പം നമ്മൾ എന്നാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കല്? ഏതാ ദിവസം? വെരി ഗുഡ്. ആഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കല് അല്ലേ? അനിരുദ്ധ് പിന്നെ അദ്വിക്ക് പറഞ്ഞ എന്താണ് സ്വാതന്ത്ര്യദിനാഘോഷം? എന്താണ് അദ്വിക്ക്? ആഗസ്റ്റ് 15 ഉറക്കനെ പറ. എല്ലാവരും പറയേ. ആഗസ്റ്റ് അന്ന് എങ്ങനെയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം കിട്ടിയത്? എങ്ങനെയാണ് സ്വാതന്ത്ര്യദിനം എങ്ങനെ കിട്ടിയത്? വെള്ളക്കാരോട് നമ്മൾ യുദ്ധം ചെയ്തിട്ടാണ് നമുക്ക് ഇന്ത്യ തിരിച്ചു കിട്ടിയത് അല്ലേ? അതുവരെ നമ്മൾ വെള്ളപ്പട്ടാളത്തിൻ്റെ അടിമകളായിരുന്നു അല്ലേ? അതിനു വേണ്ടി പ്രയത്നിച്ച ആൾക്കാർ ആരൊക്കെയാണ്? രാഷ്ട്ര നേതാക്കൾ കണ്ടോ? ആരൊക്കെയാണത്? പറഞ്ഞ ഈ ചിത്രത്തേക്ക് നോക്കിക്കോ എല്ലാവരും. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു, പിന്നെ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, ഭഗവത് സിംഗ്, ഗോപാലകൃഷ്ണ ഗോഖലെ. അങ്ങനെ ഇനിയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ? അപ്പം നമുക്ക് ഈ ടീച്ചർ ഒരു പാട്ട് പാടിത്തരും. ഈ ടീച്ചർ ഒരു പാട്ട് പാടിത്തരും. ഏതാണ് നമ്മൾ ഇന്നലെ പഠിച്ച പാട്ട്? നമ്മുടെ പാടെല്ലാവരും. മൂന്നു നിറമുള്ള കിളിയായി നമ്മുടെ വിജയപതാക പാറട്ടെ, വീരന്മാരുടെ ചോരയിൽ നിന്നും വിരിഞ്ഞതാണി നിത്യവിശുദ്ധിയെ വിളിച്ചുണർത്തും നടുവിൽ കാണുന്ന ശസ്യശ്യാമള കോമള കന്യകൾ വിളിച്ചുണർത്തും പച്ച നിറം കൊടിയിലെ നടുവിലെ അശോക ചക്രം ധർമ്മത്തിന്റെ മണിച്ചക്രം ഇക്കൊടി പൂങ്കൊടി എന്നും നമ്മുടെ അഭിമാനത്തിൻ ഇങ്ങനെ പറഞ്ഞേ അഭിമാനി പൂങ്കൊടി എന്നും നമ്മുടെ ഉയർന്നു പറക്കട്ടെ, പറമുള്ള കിളിയായി നമ്മുടെ പതാക പാറട്ടെ, പാറട്ടങ്ങനെ പാറട്ടെ, വിജയ പതാക പാറട്ടെ. നല്ല പാട്ടല്ലേ? ഇതാരാ പാടി തന്നത്? പ്രസന്ന ടീച്ചർ അല്ലേ?
നല്ല പാട്ടല്ലേ? അപ്പം നാളേക്കൊക്കെ എല്ലാവരും ഇതൊന്നും കൂടി പഠിച്ചു വരണം കേട്ടോ. സർപ്രൈസാണ്. ആരൊക്കെയാണ് കൃത്യമായിട്ട് പാട്ട് പാടിയ ടീച്ചർ സമ്മാനം തരും കേട്ടോ. സമ്മാനം വേണ്ടേ? ആർക്കാ സർപ്രൈസ് വേണ്ടത്? അപ്പം എല്ലാവരും പഠിച്ചിട്ട് വരണം കേട്ടോ. അതിൻ്റെ തലൊന്ന് പാടിക്കേ. നമ്മുടെ